നരേന്ദ്രമോദിയുടെ തന്ത്രപരമായ നീക്കമെന്നും അമിത്ഷായുടെ ചാണക്യതന്ത്രമെന്നും ഒക്കെ പറഞ്ഞിരുന്ന കാലം കഴിഞ്ഞു. CJP പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ നടത്തിയ യുവജന പ്രക്ഷോഭത്തിന്റെ നേട്ടം ചെറുതല്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ഒതുങ്ങുന്നതുമല്ല. ആഴമേറിയൊരു മുറിവാണ് അത് നരേന്ദ്രമോദിക്കും BJPക്കും ഏൽപ്പിച്ചിരിക്കുന്നത്. 12 വർഷത്തിന് ശേഷം മോദി ഗത്യന്തരമില്ലാതെ കീഴടങ്ങിയപ്പോൾ അത് കേവലം ഒരു പരാജയമല്ല. നമുക്കറിയാം, നരേന്ദ്രമോദി ഏറെ പണിപ്പെട്ട് വളർത്തിയെടുത്തൊരു അപരാജിതനായ ഭരണാധികാരി എന്നൊരു പ്രതിച്ഛായയെ അത് പൂർണ്ണമായും തകർത്തെറിഞ്ഞിരിക്കുന്നു. അമിത്ഷായുടെ രാഷ്ട്രീയ തന്ത്രജ്ഞതയെക്കുറിച്ചുള്ള മിഥ്യാധാരണയുടെ പൊള്ളത്തരം തുറന്നുകാട്ടിയിരിക്കുന്നു. ഈ പ്രക്ഷോഭത്തെ നേരിടാൻ അഭയം പ്രാപിക്കാൻ ആളില്ലാതെ കരയുന്ന അമിത്ഷായെയാണ് ഈ രാജ്യം കണ്ടത്. വിയോജിക്കുന്ന ഓരോ ശബ്ദത്തെയും ഓരോ ജനാധിപത്യ രോദനത്തെയും നിശബ്ദമാക്കുകയും അപകീർത്തിപ്പെടുത്തുകയും അടിച്ചമർത്തുകയും ചെയ്യുക എന്നുള്ള ധാരണയാണ് അവിടെ തകർന്ന് തരിപ്പണമായത്. നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആസ്തി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭരണമായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന ഒരു പരിവേഷമായിരുന്നു. ഒരു പതിറ്റാണ്ടിലേറെയായി അജയ്യമായി തോന്നിച്ച പരിവേഷം. പൊതുജനാഭിപ്രായം രൂപീകരിക്കാനും ചർച്ചകളെ ഇച്ഛാനുസരണം മാറ്റിയെടുക്കാനുമുള്ള ഒരു അസാധാരണമായ കഴിവ് മോദിക്കുണ്ടെന്നൊരു വിശ്വാസത്തിലാണ് ആ പ്രതിച്ഛായ നിലനിന്നിരുന്നത്. എന്നാൽ ഈ പ്രക്ഷോഭത്തോടെ രാജ്യത്തിൻ്റെ കൺമുന്നിൽ ആ പരിവേഷം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ചെറുപ്പക്കാർ പ്രധാനമന്ത്രിയെ ആയിരക്കണക്കിന് പ്രത്യേകതയുള്ളൊരു മഹാപുരുഷന്റെ വിഷയമാക്കി അവതരിപ്പിച്ചതാണ്. എന്നാൽ അദ്ദേഹത്തിന് ചുറ്റും അതിസൂക്ഷ്മമായി നിർമ്മിച്ചെടുത്ത വിശുദ്ധിയുടെ പരിവേഷം പിച്ചിച്ചീന്തപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവർ തന്നെ അദ്ദേഹത്തെ നോക്കി ചിരിച്ച് പരിഹസിച്ചു, കാരിക്കേച്ചറുകൾ വരച്ചു. ജന്തർ മന്ദറിൽ നിന്ന് ജനക്കൂട്ടം പിരിഞ്ഞു പോയാലും അപ്രത്യക്ഷമാകാൻ സാധ്യതയില്ല നരേന്ദ്രമോദിയുടെ കഴിവുകേടുകൾ. ഒരു തലമുറയുടെ രാഷ്ട്രീയ സ്മൃതിയിലേക്ക് അത് കടന്നു കഴിഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കേവലം ഒരു മന്ത്രിയുടെ പതനമല്ല എന്നോർക്കണം, മറിച്ച് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പിന്മാറ്റം കൂടിയാണ്, പടിയിറക്കത്തിൻ്റെ തുടക്കം കൂടിയാണ്. തികഞ്ഞ നയതന്ത്രജ്ഞതയോ തന്ത്രപരമായ നീക്കമായോ സർക്കാർ ഇതിനെ അവതരിപ്പിച്ചേക്കാം, പക്ഷേ അതെല്ലാം പൊള്ളത്തരമാണ്. എന്നാൽ വഴങ്ങാത്തയാൾ എന്ന പരിവേഷമുള്ള പ്രധാനമന്ത്രിക്ക് തങ്ങളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ തലകുരിക്കേണ്ടി വന്ന നിമിഷമായാണ് യുവാക്കൾ ഇതിനെ കാണുന്നത്. മാധ്യമങ്ങളെല്ലാം നരേന്ദ്രമോദിയുടെ പടിയിറക്കത്തെക്കുറിച്ച് എഴുതി തുടങ്ങി. മുട്ടുമടക്കുന്നതിന് മുൻപ് മോദിയും പ്രചാരവേലക്കാരും പരിചിതമായ എല്ലാ തന്ത്രങ്ങളും പയറ്റി നോക്കി സ്ഥിരം പറയുന്ന പല്ലവി തന്നെ പറഞ്ഞു, ഈ പ്രക്ഷോഭത്തിന് വിദേശ സഹായമുണ്ടെന്നും പാകിസ്ഥാന്റെ പ്രേരണ ഉണ്ടെന്നും പ്രതിപക്ഷത്തിൻ്റെ കൗശലമാണെന്നും ഗൂഢാലോചനക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവർ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറയാൻ ശ്രമിച്ചു. പ്രശ്നം സർക്കാരിൻ്റെ പെരുമാറ്റത്തിലല്ല, സ്വന്തം ആശയവിനിമയത്തിലാണെന്ന നിഗമനത്തിൽ ഇതിനിടയിൽ എപ്പോഴോ നരേന്ദ്രമോദി എത്തിയെന്ന് നമുക്ക് തോന്നുന്നു. താൻ കീഴടങ്ങാത്ത ഇടമായി ഇൻസ്റ്റാഗ്രാം തുടരുകയാണെന്ന് അദ്ദേഹത്തിന് ഉപദേശവും ലഭിച്ചു. ദീർഘകാലം രാഷ്ട്രീയ വിജയമേകിയ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലുമെത്തി. ബുദ്ധിജീവികളിൽ പലരും പ്രശംസിച്ച തൻ്റെ ആശയവിനിമയ ശേഷിക്ക് യുവാക്കളെ അനായാസം വശീകരിക്കാൻ കഴിയുമെന്ന് മോദി വിശ്വസിച്ചു. ഇതിനെ നോക്കി ഇപ്പോൾ യുവാക്കൾ ചിരിക്കുന്നതാണ് കാണുന്നത്. ഏറെ പരിശീലിച്ചു നടത്തിയ ആ പ്രകടനത്തെ അവർ പൊളിച്ചൊടുക്കി, കാപട്യം തുറന്നുകാട്ടി. സംസാര സ്വാതന്ത്ര്യത്തിൻ്റെ വിജയം കൂടിയാണ് ഇത്. വാക്കുകൊണ്ടും ഭാവന കൊണ്ടും സ്വന്തം ശരീരങ്ങൾ കൊണ്ടുമാണ് യുവാക്കൾ ഇവിടെ പോരാടി ജയിച്ചത്. അത് നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു സ്ഥിരത തന്നെയാണ്. ജനാധിപത്യ ബോധത്തെ വിശ്വസിക്കുക, ഭരിക്കുന്നവർക്ക് മുന്നിൽ ധാർമ്മിക വിവേചനാധികാരം അടിയറ വെക്കാതിരിക്കുക എന്നുള്ളതാണ് അവർ ഇവിടെ കാട്ടിക്കൊടുത്തത്. മനസാക്ഷിയെ കീഴടക്കാൻ ഭരണകൂടത്തെ അനുവദിക്കാതിരിക്കുക എന്നവർ തെളിയിച്ചിരിക്കുന്നു. യുവാക്കൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ദൗത്യത്തിനൊത്ത് നമ്മുടെ രാജ്യം ഉയരുമെന്നുള്ളൊരു സൂചന കൂടിയാണിത്. അവർ നേതാവായി കണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റം കൂടിയാണ് ഇത് എന്ന് രാജ്യം ഉറപ്പിച്ചിരിക്കുകയാണ്.